എല്ലാവർക്കും സെക്യൂർ പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാമിലി റിലേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അത് യൂസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ചെയ്തത്. ഇനി ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത 2 ക്വസ്റ്റ്യൻസും ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഇതിനു മുന്നേ നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഡിഗ്രി പ്രിലിംസിൽ വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, സി ഈസ് ദ സിസ്റ്റർ ഓഫ് പി ക്യു ആർ, ഫാദർ ഓഫ് ക്യു ഇസ് ഡി, പി ഈസ് ദ സൺ ഓഫ് വൈ, then which of the following is true? ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓൾറെഡി അറിയാവുന്നവർ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മളിട്ട ഒരു വീഡിയോ ഉണ്ട്, ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്, അത് നോക്കിയിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം സി ഇസ് ദ സിസ്റ്റർ ഓഫ് പി ക്യു ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സി ഇസ് ദ സിസ്റ്റർ ഓഫ് പി ക്യു ആർ എന്ന് പറയുമ്പോൾ സിയും പി ക്യു ആറ് സിബ്ലിങ്സ് ആണ്. സോ സി സിസ്റ്റർ ആയതുകൊണ്ട് മോളിൽ പ്ലസ് സൈൻ കൊടുക്കുക. സിബ്ലിങ്സ് ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് കണക്ട് ചെയ്തു. സി സിസ്റ്റർ ആണ്, സോ പ്ലസ് കൊടുക്കുക, കാരണം ഫീമെയിലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫാദർ ഓഫ് ക്യൂ ഇസ് ഡി. സോ ക്യൂവിന്റെ ഫാദർ ഡി ആണ്. P is the son of Y. P is the son of Y. So D എന്ന് പറയുന്നത് ഫാദർ ആണ്. ഓക്കെ, ഫാദർ ഓഫ് ക്യൂ ഇസ് ഡി. പിന്നെ ഇവരെല്ലാം സിബ്ലിങ്സും ആണ്. സോ P is the son of Y എന്ന് പറയുമ്പോൾ Y മദർ ആയിരിക്കും. സോ പ്ലസ് സൈൻ കൊടുക്കുക, കാരണം ഫാദർ ഡി ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഫാദർ ഡി ആണെന്ന്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുക, ആർ ഇസ് ദ ഡോട്ടർ ഓഫ് ഡി. ശരിയാണോ? പോസിബിൾ ആണോ? അല്ല, കാരണം ഒന്നും ഏത് ജെൻഡർ ആണെന്ന് കൊടുത്തിട്ടില്ല. സി സിസ്റ്റർ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ആർ ഇസ് ദ ഡോട്ടർ ഓഫ് ഡി എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് ക്യൂ ഇസ് ദ സിസ്റ്റർ ഓഫ് സി. പറയാൻ പറ്റുമോ? ഇല്ല, അതും സെയിം റീസൺ ആണ്, ക്യൂവിന്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല. അടുത്തത് ക്യൂ ഇസ് ദ ഡോട്ടർ ഓഫ് വൈ ആൻഡ് സിസ്റ്റർ ഓഫ് പി. അതും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അടുത്ത പോസിബിലിറ്റി, സി ഹാസ് മദർ വൈ. സിന്റെ മദർ ആണോ വൈ? അതെ. സോ ആൻസർ ഡി ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, റാം ഇസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ് സൺ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഇത് നോക്കണം. ഓക്കെ, മാധവ് സൺ. ഓക്കെ, മാധവിന്റെ സൺ. സോ മുകളിൽ ആരായിരിക്കും? മാധവ് അല്ലേ? ഇതിന് തൊട്ട് മുന്നുള്ള ജനറേഷൻ മാധവാണ്. റാം ഇസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ് സൺ എന്നാണ്. സോ മാധവിന്റെ സണ്ണിന്റെ സണ്ണ്. ഓക്കെ, മാധവിന്റെ സണ്ണിന്റെ ബ്രദർ ആണ് റാം. ബ്രദർ ആയതുകൊണ്ട് മുകളിൽ മൈനസ് സൈൻ കൊടുക്കുക, അവരൊക്കെ മൈനസ് ആണ്. Okay, how is Ram related to Madhav? എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ? മാധവിന്റെ ആരായിരിക്കും റാം എന്നുള്ളതാണ് ചോദ്യം.
മാധവിന്റെ 2 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് റാം വരുന്നത് അല്ലേ? സോ മാധവ് എന്ന് പറയുന്ന പിന്നെ റാം എന്ന് പറയുന്നത് മൈനസ് എന്ന് കൊടുത്തിട്ടുമുണ്ട്. സോ റാം എന്ന് പറയുന്നത് ഗ്രാൻഡ് സൺ ആണ്. ഗ്രാൻഡ് സൺ ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റാം ഇസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ്സ് സൺ. മാധവിന്റെ സണ്ണിന്റെ ബ്രദർ ആണ് റാം. അപ്പൊ നമ്മൾ ഫാമിലി ട്രീ ജസ്റ്റ് വരയ്ക്കുക. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റാം എന്ന് പറയുന്നത് മാധവിന്റെ ഗ്രാൻഡ് സൺ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, എ's son B. എയുടെ സൺ B is married to C. സോ സൺ ആയതുകൊണ്ട് മൈനസ് സൈൻ കൊടുക്കുക. Whose sister D is married to E, who is the brother of B? സിയുടെ സിസ്റ്റർ ആരാണ്? ഡി. സിയുടെ സിസ്റ്റർ ആണ്. ആ സിസ്റ്റർ കല്യാണം കഴിച്ച ആരെയാണ്? മാരിഡ് ടു ഇ. ഹൂ ഈസ് ദ ബ്രദർ ഓഫ് ബി. അപ്പൊ നമ്മള് ഈ ഹൂ എന്ന് പറഞ്ഞ വേർഡ് നമ്മളെപ്പോഴും ഇതിന്റെ അടുത്തുള്ള അടുത്ത് എന്താണോ ഉള്ളത് അവരെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഡി ഈസ് മാരിഡ് ടു ഇ. ഹൂ ഈസ് ദ ബ്രദർ ഓഫ് ബി? സോ ഇ ആണ്. ഇ ഈസ് ദ ബ്രദർ ഓഫ് ബി ആണ്. ഇ ഈസ് ദ ബ്രദർ ഓഫ് ബി ആണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഡിയും ഈ മാരിഡും ആണ്. സോ ഇവർ രണ്ടുപേരും മാരിഡ് ആണെന്നുള്ളതും ഓർക്കുക. ഹൗ ഇസ് സി റിലേറ്റഡ് ടു ഇ? ഡി സിസ്റ്റർ ആണ്. ഹൂ സിസ്റ്റർ ഡി എന്ന് പറയുന്നുണ്ട്. ഇ എന്ന് പറയുന്നത് ബിയുടെ ബ്രദറും ആണ്. സോ മൈനസ് സൈൻ കൊടുക്കുക. ഡി സിസ്റ്റർ ആയതുകൊണ്ട് പ്ലസ് സൈൻ കൊടുക്കുക. ഇനി സിയും ഇയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? സി ഇയുടെ ആരായിരിക്കും? സിയുടെ സി പ്ലസ് ആണ്. ബി മാരേജ് ചെയ്തിരിക്കുന്ന സീന്. സിയും ഇയും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് സി റിലേറ്റഡ് ടു ഇ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇ റിലേറ്റഡ് സി അല്ല. ഹൗ ഇസ് സി റിലേറ്റഡ് ടു ഇ? സി ഇയുടെ ആരാണ്? സിസ്റ്റർ ഇൻ ലോ. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ആൻസർ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഷോർട്ട് വീഡിയോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് പറയണം എന്നുണ്ടെങ്കിൽ അത് കമന്റ് ഇട്ടാൽ മതി. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്തെങ്കിലും വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷനായിട്ട് ടെലിഗ്രാം ചാനലിൽ ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇടാമെന്ന്. ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സൊല്യൂഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഓപ്ഷൻസ് മാത്രമേ സൊല്യൂഷൻ ആയിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പായിട്ട് എഴുതി ഗ്രൂപ്പിൽ ഇടാം. അങ്ങനെ ആയാലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.